أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم لا أعلمن أقواما من أمتي يأتون يوم القيامة بحسنات أمثال الجبال في آخر الحديث. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലയറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ട അതിഥികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉപ്പപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സമകാല മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റി ദിക്ർ വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ മജ്ലിസിന്റെ 2ാമത്തെ ദിവസമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കും ഞാൻ കടക്കുന്നില്ല. സമയം നല്ലതുപോലെ താമസിച്ചു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. നല്ലൊരു കാലാവസ്ഥ, വരുന്ന വഴിയിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അല്ലെ, സലീമൊക്കെ പറഞ്ഞു ഇന്നലെ ഇതിന്റെ പരിസരങ്ങളിലൊക്കെ മഴ പെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭവനം, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു ഈ മജ്ലിസ് പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ശബ്ദമൊക്കെ പോയെന്ന് തോന്നുന്നു. ആ ജൈവിളി എല്ലാം കഴിഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു, അനക്കൊന്നും കേൾക്കണില്ല. അല്ലാഹു ഈ മജ്ലിസ് അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ആമീൻ പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക വേരിലും കായ്ക്കും, അല്ലെ? അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ കഴിയും, പറയാത്തവൻ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്. എല്ലാവരും എഴുന്നേറ്റ്
ഇന്നത്തെ സ്വലാത്തിന് വലിയ പ്രത്യേകതയാണ്. താത്താമാരൊക്കെ എഴുന്നേക്ക്, കുറച്ചേരം അതിലിരിക്കാൻ തുടങ്ങിയിട്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരിയിരിക്കല്ലേ, ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞ്. അൽഹംദുലില്ലാഹ്, ഹാജിമാരൊക്കെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും യാത്ര അല്ലാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഹജ്ജ് ചെയ്ത ഹാജി പോകുന്നത് പോലെ എല്ലാ പാപങ്ങളും ഈ മജ്ലിസിൽ കഴുകിക്കളഞ്ഞ് ഒരു ഹാജിയെ പോലെ ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു ഹാജിയെ പോലെ, നമ്മുടെ ഉമ്മ പ്രസവിച്ചവരെ പോലെ എല്ലാ പാപങ്ങളും പുറത്ത് അൽഹംദുലില്ലാഹ് ഒരു പുതിയ മനുഷ്യനായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ് ദുആയിക്ക് ഇജാബത്തുള്ള ദിവസം കൂടെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ, ആ 2 ആയത്തുകൾ പാരായണം ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ആ ആയത്തിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ. ആ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിച്ചു, നബിയെ, എനിക്ക് ഒരു ഉപദേശം തന്നാലും എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉപദേശം തരണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്ത ഒരു ഉപദേശം, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഞാൻ അറിയും. തീർച്ചയായും അവർ അന്ത്യനാളിൽ വെളുത്ത തിഹാമ പർവ്വതങ്ങളെ പോലെയുള്ള നന്മകളുമായി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് നന്മകളുമായി നബി തങ്ങൾ പറയുന്നു, പർവ്വതത്തോളം വലുപ്പമുള്ള, നമ്മൾ മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പർവ്വതങ്ങൾ കാണുന്നവരാ, ഉഹുദ് മല കാണുന്നവരാ, ജബലന്നൂർ കാണുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ പർവ്വതങ്ങൾ നമ്മൾ കാണുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തിഹാമ പർവ്വതത്തോളം വലുപ്പമുള്ള നന്മകളുമായി എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നുവരും. നബി തങ്ങൾ പറയുന്നു, എനിക്കവരെ നല്ലതുപോലെ അറിയാം. ആ നന്മകളുമായി നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നുവരുന്ന ആ വിഭാഗത്തിന്റെ മുഖത്തേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പർവ്വതങ്ങളോളം വലുപ്പമുള്ള നന്മകൾ മുഴുവനും അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയും അതെല്ലാം ധൂളികളായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുമ്പോ മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പർവ്വതങ്ങളോളം വലുപ്പമുള്ള നന്മകളുമായി നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ആ നന്മകൾ മുഴുവനും ധൂളികളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിഞ്ഞു കളയുന്ന ആ നന്മകൾ മുഴുവനും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന
ആ വിഭാഗമാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, യാ സ്വഹാബാ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് സ്വഹാബാ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. നമ്മളെ പോലെ നിസ്കരിക്കുന്നവരാ, ഖുർആൻ ഓതുന്നവരാ, ദിക്ർ പറയുന്നവരാ, നന്മ ചെയ്യുന്നവരാ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുന്നു, നബിയേ, അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? അവരാരാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ, അവരാരാണെന്നൊന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾക്ക് അവരുടെ കൂടെ കൂടാതിരിക്കാമല്ലോ, അവരുടെ വിഭാഗത്തിൽ പെട്ടുപോകാതെ ഇരിക്കാൻ അവരാരാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലും ഇരിക്കുന്ന ചിലരാണ്. അവര് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവര് വെറും കയ്യോടെയല്ല കടന്നു പോകുന്നത്. ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുകളുണ്ട്, ഖുർആൻ ഓതിയതുണ്ട്, സദഖ കൊടുത്തതുണ്ട്, ദിക്ർ പറഞ്ഞതുണ്ട്, വലിയ പർവ്വതങ്ങളോളം വലിപ്പമുള്ള നന്മകളുമായി നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന വിഭാഗമാരാ. ആ നന്മകൾ മുഴുവനും പടച്ചവനെ അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ഒന്നുമില്ലാത്തവരെ പോലെ നാണം കെട്ടുപോകുന്ന വിഭാഗമാണ്. അവരാരാണെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബിയെ പറഞ്ഞു തരുമോ? ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനാണ്. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നവരാരെന്നറിയോ? അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, അവർ പരസ്യമായി ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാ. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി പരസ്യമായിട്ട് നിസ്കരിക്കുന്നവരാ, നോമ്പ് പഠിക്കുന്നവരാ, നല്ലവരെ പോലെ നടക്കുന്നവരാ, ഫർദ ഇടുന്നവളാ, ഹിജാബ് ഇടുന്നവളാ, പടച്ചവനെ കയ്യിൽ തസ്ബീഹും പിടിച്ച് നടക്കുന്നവളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പരസ്യമായി നോക്കിയാൽ അവര് നല്ലവരാണ്, എന്നാൽ രഹസ്യമായ ജീവിതത്തില് അവർക്ക് പാപം ചെയ്യാനൊരു പേടിയുമില്ലാത്തവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പടച്ചവനെ നമുക്ക് പരസ്യമായി കള്ളു കുടിക്കാൻ പേടിയാണ്. കള്ളു കുടിക്കാറില്ല, വ്യഭിചരിക്കാറില്ല, പലിശ തിന്നാറില്ല, വൃത്തികേടുകൾ കാണിക്കാറില്ല. പരസ്യമായി നമ്മൾ തെറ്റു ചെയ്യാൻ നമ്മൾ വല്ലാതെ പേടിക്കുന്നു. എന്നാ ആരുമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി കഴിഞ്ഞാൽ, ആരും കാണാത്ത ഒരു സാഹചര്യം, എല്ലാ സന്ദർഭവും നമുക്ക് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞ പടച്ചവനെ നമുക്ക് പാപം ചെയ്യാനൊരു പേടിയുമില്ല, തെറ്റ് ചെയ്യാനൊരു പേടിയുമില്ല. പടച്ചവനെ നമ്മൾ പാപം ചെയ്യുന്നവരാണ്. ആ രഹസ്യമായ ജീവിതത്തിലും തെറ്റു ചെയ്യുന്നവരാണെന്ന് നബി തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്യമായി നമുക്ക് തെറ്റ് ചെയ്യാൻ നമ്മൾ ജനങ്ങളെ ഭയപ്പെടുന്നു. വാപ്പയറിയുമല്ലോ, ഉമ്മയറിയുമല്ലോ, ഭർത്താവ് അറിയുമല്ലോ, ഭാര്യ അറിയുമല്ലോ, പടച്ചവനെ കുടുംബക്കാരും നാട്ടുകാരും അറിയുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ പുറത്തിറങ്ങുമ്പോ മാന്യനാണ്. വീടിന്റെ ബെഡ്റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആരും കാണാത്ത ഭാഗങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും കാണിക്കുകയാണ്, എന്ത് വേണമെങ്കിലും ചെയ്യുകയാണ്. പടച്ചവനെ പാപം ചെയ്യാൻ ഭയമില്ലാതെ പോകുന്നൊരവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും അറിയാം. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിന്റെ ശിക്ഷകൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾ ഭയപ്പെടണേ സ്വഹാബാ. ഇങ്ങനെ ഒരു സ്വഭാവമുള്ളവരോട് പറയുകയാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാ. നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കൊരു വസിയത്ത് തരുമോ നബിയേ, എനിക്കൊരു വസിയത്ത് തരുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി നബി തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു ഉപദേശം തരാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, ഊസീക ബിതഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അബൂദറേ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാണ്, രഹസ്യമായ ജീവിതത്തില്, പരസ്യമായ ജീവിതത്തില് മാത്രമല്ല, പരസ്യമായ ജീവിതത്തില് മാത്രമല്ല, നീ രഹസ്യമായ ജീവിതത്തിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജനങ്ങളുടെ മുമ്പിൽ തെറ്റ് ചെയ്യാൻ നമുക്ക് വല്ലാത്ത ഒരു പേടിയാ. നാട്ടുകാരുടെ മുമ്പിലും മാതാപിതാക്കളുടെ മുമ്പിലും ആരെങ്കിലൊക്കെ കാണാനുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്യൂല, നമുക്ക് പേടിയാണ്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. അതുകൊണ്ട് വലിയ മാന്യന്മാരെ പോലെ നടക്കും. പക്ഷേ രഹസ്യമായി സാഹചര്യമുണ്ടായാലോ, ആരും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാൻ പേടിയൊന്നുമില്ല. ഞാനും നിങ്ങളും ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചെയ്യുന്നവർ സൂക്ഷിക്കണം. പരസ്യമായി ചെയ്യുന്നതല്ല, രഹസ്യമായ സമയത്ത് മാന്യന്മാരെ പോലെ നടന്നിട്ട് രഹസ്യമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ പാപം ചെയ്യുന്നവർ വല്ലാതെ പേടിക്കണമെന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ രഹസ്യമായ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നവരാണ്, തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോകുന്നവരാണ്. സാഹചര്യം നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമല്ലോ, ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കുമല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, പാപത്തിൽ നിന്ന് പാപം ചെയ്യാതെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് നബിയേ? തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നബിയേ? അത് പരസ്യ ജീവിതമാകട്ടെ, രഹസ്യമായ ജീവിതമാകട്ടെ, ആ ജീവിതത്തിൽ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്താണ് വഴിയെന്ന് നബി തങ്ങളോട് സഹാബികൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് 7 വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ, തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു മാറാനുള്ള 7 വഴികൾ നബി തങ്ങൾ പഠിപ്പിക്കുകയാ. ഈ 7 വഴികൾ പടച്ചവനെ നമ്മളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ ഏത് തെറ്റിൽ നിന്നും നമുക്ക് പിന്തിരിയാ, എത്ര വലിയ പാപത്തിൽ നിന്നും നമുക്ക് പിന്തിരിയാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാ, ഏത് തെറ്റ് ചെയ്യുവാനുള്ള അവസരം കിട്ടിയാലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്ന ഒന്നാമത്തെ വഴി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ദുനിയാവിലെയും ആഖിറത്തിലെയും അനന്തര ഫലങ്ങളെ കുറിച്ച് നീ ഒന്ന് ഓർത്താ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ, ഈ പാപം ഞാൻ ചെയ്തു കഴിഞ്ഞാ എനിക്ക് ദുനിയാവിലുണ്ടാകുന്ന നഷ്ടമെന്താണ്? എനിക്ക് ആഖിറത്തിലുണ്ടാകുന്ന നഷ്ടമെന്താണ്? ഈ നഷ്ടത്തെക്കുറിച്ച് നിനക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ, ഈ നഷ്ടത്തെക്കുറിച്ച് നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം പാപം എന്താണെന്ന്. പാപം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പാപം ഏതാണ്, നന്മ ഏതാണ്?
നന്മ ചെയ്യുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പാപം ചെയ്യുന്നവന് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ആഖിറത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അറിയാത്ത ഒരു മനുഷ്യനുമില്ല. എടോ, ഈ വാഴ കേൾക്കാമെന്നിരിക്കുന്ന പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഓരോ പാപങ്ങൾ ഏതാണെന്ന്. പടച്ചവനെ, കള്ള് കുടിക്കുന്നത് പാപമാണ്. ആ കള്ള് കുടിക്കാൻ പാടില്ല. ആ കള്ള് കുടിക്കുന്നവന് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അവന്റെ മരണത്തിന്റെ വേള എങ്ങനെയാണ്? അവന്റെ ഖബർ ജീവിതം എങ്ങനെയാണ്? നാളെ പരലോകത്ത് വരുന്ന കോലം എങ്ങനെയാണ്? പരലോകത്ത് അവന്റെ അവസ്ഥ എന്താണ്? നരകത്തിൽ അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? പടച്ചവനെ, ഓരോ പാപത്തിനും അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ പഠിച്ചവരാ. പടച്ചവനെ, നിസ്കരിക്കാത്തവന് അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? മരണസമയം എങ്ങനെയാണ്? ഖബറിനകത്ത് എങ്ങനെയാണ്? പരലോകത്ത് എങ്ങനെയാണ്? അവന്റെ സ്ഥാനം നരകമാണ്. ഇതുപോലെ ഓരോ പാപങ്ങൾ അല്ലാഹുവേ, വ്യഭിചരിക്കാം, അത് വ്യഭിചാരമാകട്ടെ, കള്ളുകുടിയാകട്ടെ, പലിശ തിന്നുന്നതാകട്ടെ, ഏതു പാപമാണെങ്കിലും നമുക്കറിയാം. നമുക്കെല്ലാവർക്കും ഓരോ തെറ്റും അറിയാം. അറിയാത്തവരല്ല, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. നമ്മളെല്ലാവരും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ പഠിക്കുക, പാപം എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെയാണ് പാപം, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ. നന്മ ചെയ്യുന്നവൻ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കുന്ന പ്രതിഫലം എന്താ? പഠിച്ചവരെ നമ്മളൊക്കെ. വഅദിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ ഇപ്പൊ വഅദ് പറയാനായിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇരിക്കുന്ന പെണ്ണുങ്ങളോട് വഅദ് പറയാൻ പറഞ്ഞ 2 ദിവസം മുമ്പ് ഖുത്ബ ഓതാൻ തന്നെ കുട്ടികളെ പഠിച്ചിരിക്കുക. ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു ചെറിയ കുട്ടി, നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ സമുദായം എവിടെ എത്തി നിൽക്കുന്നു. 2 ദിവസം മുമ്പ് ഞാൻ നോക്കുമ്പോ പറയുന്നു, എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കണം, ഇല്ലെങ്കിൽ ഉസ്താദന്മാരുടെ ജോലി പോകുന്നു. എന്താണ് മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കുമ്പോ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ മുകളിൽ ഒരു ചെറിയ പയ്യൻ നിക്കർ വിട്ട് കയറി നിന്നിട്ട് ഖുത്ബ ഓതുവാ. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ഉസ്താദ് ഓതുന്ന ഖുത്ബ, അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. മിക്ക ഉള്ളപ്പോൾ പോയിരുന്നു ഉറങ്ങുക. അവൻ പോയി ഖുത്ബ കേൾക്കുന്നത് കൊണ്ടാണ് അത് പഠിക്കാൻ പറ്റിയേ. നമ്മൾ പലരും വെള്ളിയാഴ്ച പോയിരുന്നിട്ട് ഉറക്കം തോന്നും. അവൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നവനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിന്റെ ദുആവും പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു പൊന്നുമോനെ നല്ല മകനാക്കി കൊടുക്കുമാറാകട്ടെ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ കുട്ടിയുടെ വീഡിയോ പിടിച്ചിട്ട് യൂട്യൂബിലിട്ട ആരായാലും അവരുടെ അവസ്ഥ ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ട, വെള്ളിയാഴ്ച നടക്കേണ്ട ഖുത്ബ, അവൻ കയറി നിന്നിട്ട് ഇങ്ങനെ നിക്കറിട്ടിട്ട് ഒരു കമ്പും ഉമ്മ തറതൂക്കണ ഒരു സാധനം, വെള്ളം തുറക്കണ സാധനവും കയ്യിൽ പിടിച്ചിട്ട് അവ ഖുത്ബ ഓതാ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ ഇങ്ങനെയുള്ള ദുആ ചെയ്യാ. സമുദായം നോക്കണം, എല്ലാം വീഡിയോ പിടിക്കുക. ആ കുടുംബത്തിൽ ആരോ ഒരാള് വീഡിയോ പിടിച്ചിട്ടല്ലേ ഇത് ഷെയർ ചെയ്തത്. അല്ലാഹുടെ മുമ്പിൽ എന്ത് പറയും? പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഇപ്പൊ എല്ലാവർക്കും അതന്നെ. ഇന്ന് SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. +1 +2 പരീക്ഷ വരുന്നില്ലേ? നാളെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ പടച്ചോനെ എല്ലാ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. A+ കിട്ടി, A+ കിട്ടി, A+ കിട്ടി, മൊത്തം. അത് അവസാനത്തെ A+ ആയി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടെന്ന് പറഞ്ഞാൽ റോഡി മുഴുവനും ഫ്ലക്സ് കാണാം. A+ വാങ്ങിച്ച കുട്ടികളുടെ ഒക്കെ മുഴുവൻ ഫ്ലക്സുകൾ ചിരിക്കുന്ന മുഖത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. A+ വാങ്ങിക്കുന്നൊക്കെ നല്ലതാ ഉമ്മ. അത് നാട്ടുകാരെ അറിയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഈ റോഡിലും ഇങ്ങനെ പോകുന്ന പോസ്റ്റുകളിലൊക്കെ ഫ്ലക്സ് എടുത്ത് വെക്കുന്നല്ലോ. നിനക്ക് ഹദീസ് ഒന്നും അറിയില്ലേ? ഞാനൊരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ കളിക്കുന്നത്, നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ-ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാ, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ മനുഷ്യന്റെ നാവ് എന്താണെന്ന് നബിതങ്ങൾ പറഞ്ഞത്, നീ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് നിനക്ക് ഗ്ലാമറാണെന്ന് നീ തന്നെ പറയരുത്. കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ അല്ലാഹ് നല്ല ഗ്ലാമറാണോ അല്ലാ നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്തേ? നമ്മുടെ നാവ് എങ്ങനത്തതാണെന്ന് നമുക്കറിയില്ലടോ. ചില ആൾക്കാർ പണ്ടൊക്കെ പറഞ്ഞിങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോ വീടിന്റെ മുമ്പിൽ നല്ലൊരു ഒരു കൊല നിൽക്കുന്ന, ഒരു വാഴ നിൽക്കേണ്ട കൊലച്ചിട്ട് എന്നാ കൊലയപ്പ അൽഹംദുലില്ലാ, പിന്നെ കൊല നിന്നതിന്റെ അടയാളം പോലും കാണാറില്ല. ഒരൊറ്റ വാക്കുമതി സഹോദര. ഞാന് 3-4 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്ത പള്ളിയിൽ നിന്ന് ഉളുഹിയത്തിനൊരു മൃഗത്തെ വാങ്ങാൻ പോയി. ഒരച്ചായന്റെ വീട്ടിലാ പോയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം ഞാൻ ചോദിച്ചു, ആ പോത്ത് കാണാൻ നല്ല മനോഹരമായ ഒരു പോത്ത് നിൽക്കുന്നു.
ഞാൻ ചോദിച്ചു, ആ പോത്ത് അത് ഉളുഹിയത്തിന് പറ്റിയതല്ല, ആരാ പറയണത് അച്ചായൻ? അപ്പൊ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആ പോത്തിന്റെ വാല് അറ്റുപോയെന്ന്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരാള് കാണാൻ വന്നു, എന്നിട്ടെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പൊന്നാരച്ചായ എന്നാ വാലാണെന്നില്ല, എല്ലാത്തിലും പറച്ചില് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം നോക്കുമ്പോ ഒരു കാക്ക എങ്ങാണ്ട വന്നത് കുത്തി അത് മുറിഞ്ഞിട്ട് ആ വാല് തന്നെ അറ്റുപോയി. ഒരൊറ്റ വാക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നോക്കുമ്പോ നിന്നെ മോളുടെ ഫ്ലക്സ് ഇങ്ങനെ റോഡിൽ ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാ ഉമ്മ ഒരു മകളുമായിട്ട് നടന്നു പോകുന്നു. നീയൊക്കെ നടന്നോടി, നോക്ക് ബുദ്ധി കണ്ടോ, മൊത്തം A+ വാങ്ങിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോ, നീയൊക്കെ നടന്നോ, അതൊക്കെ എന്താ ബുദ്ധിയില്ലേ, തീർന്നു കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഏർവാടിയിൽ പോയപ്പോ ഒരു ഉസ്താദ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യണം, മുഴുവനും A+ വാങ്ങിച്ചവളാ. ഞാൻ നോക്കുമ്പോ ആ മക്കാമിന്റെ സൈഡിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചവരെ പോലെ നടക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വാക്കുമതി. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാരും ഇപ്പോ ഫ്ലക്സൊക്കെ മാറി, ഇപ്പൊ എല്ലാം സ്റ്റാറ്റസ് വാരി അങ്ങോട്ടിടല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജയിച്ച മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഭാവിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തോറ്റ മക്കൾക്കും അള്ളാഹു കുറച്ചുകൂടെ ഈമാൻ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ജയിച്ചവരല്ലടോ, തോറ്റവരെയാ പരിഗണിക്കേണ്ടത്. ആ മക്കൾ അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്ക് നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും അള്ളാഹു വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാം ഓരോ തെറ്റുകളും ഓരോ പാപങ്ങളും, ആ പാപങ്ങളുടെ ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുന്നവനാകട്ടെ, കഞ്ചാവടിക്കുന്നവനാകട്ടെ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാകട്ടെ, അതറിയാം. പടച്ചവനെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്തും അവന് സ്വർഗത്തിൽ കടക്കൂല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയ അവൻ ഒരു കാലത്തും തൗബ ചെയ്യാതെ സ്വർഗത്തിലേക്ക് കടക്കൂല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഇതറിയാത്ത ആരുമില്ലടോ. കള്ളു കുടിക്കുന്നവനും ബിയറടിക്കുന്നവനും കഞ്ചാവടിക്കുന്നവനും MDM അടിക്കുന്നവനും ഏത് ലഹരി ഉപയോഗിക്കുന്നവനുമാകട്ടെ, അവനറിയാം ഇത് ചെയ്യുന്നത് പാപമാണ്. ഒരു കാലത്തും അവന് സ്വർഗത്തിൽ കിടക്കൂല. പടച്ചവനെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കള്ളുകുടിയന്റെ കൂടെ നടക്കരുത്, അവന്റെ കൂടെ കൂട്ടുകൂടരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്, അവന് ഭക്ഷണം കൊടുക്കരുത്. പടച്ചവനെ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും അവസാനിപ്പിക്കണം. അവന്റെ കുടുംബത്തിൽ പോലും പെണ്ണ് കൊടുക്കാൻ പാടില്ല. കള്ളുകുടിക്കുന്നവര് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. പടച്ചവനെ എന്തിനാണ് അവന്റെ ജനാസ കൊണ്ടുവരുന്നത് കണ്ടാൽ അതിന്റെ കൂടെ പോലും കൂടരുത്. അവന്റെ ചാരത്ത് പോലും കബറടക്കരുത്. അറിയാത്താരാവുള്ളത്, അറിയാത്താരാവുള്ളത്. ഉസ്താദേ, ഞാൻ കുടിക്കാറില്ല, കുടിക്കുന്നവന്റെ കൂടെ നടക്കാറേ ഉള്ളൂ, കുടിക്കുന്നവന്റെ കൂടെ കിടക്കാറേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്നാൽ കബറിന്റെ ചാരത്ത് പോലും കിടക്കാൻ പാടില്ല. അതാ പടച്ചവനെ ഒരു മഹാന്റെ ചരിത്രം പറയുകയാണ്. ചെറിയ മകന് ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഒരു മനുഷ്യന്റെ ചെറിയ കുട്ടി അവിടുന്ന് ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അതാ തന്റെ പൊന്നാര മകനെ വല്ലാതെ ഇഷ്ടപ്പെട്ട പിതാവാണ്. തന്റെ പൊന്നാര മകനെ അവിടുന്ന് സ്വപ്നം കാണുകയാണ്. മരിച്ചുപോയ തന്റെ പൊന്നാര മകനെ സ്വപ്നം കണ്ടപ്പോ വാപ്പ നോക്കുമ്പോ മകന്റെ ഒരു സൈഡിലെ മുടി മുഴുവനും നരച്ചിരിക്കുകയാ, ഒരു ഭാഗത്തെ മുടി മുഴുവനും നരച്ചിരിക്കുകയാ. വാപ്പ ചോദിക്കുന്നു, മോനെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ മുടിയൊന്നും നരച്ചിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നിന്റെ മുടി നരച്ചത്? വാപ്പാ, എന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയന്റെ കബറാട്. ആ കബറിനകത്തെ ശിക്ഷ കാരണം പേടിച്ചിട്ട് നരച്ചുപോയതാ. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, ഖബറിനകത്ത് കിട്ടുന്ന ശിക്ഷ ഇതാടോ? ഈമാനില്ലാത്ത മരണമാണ്. അവൻ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പേ പിടിച്ച പട്ടിയുണ്ടല്ലോ. അതാ പേ പിടിച്ച നായ തന്റെ നാക്കിങ്ങനെ നീട്ടിയിട്ട് ഈള ഒലിപ്പിച്ചിട്ട് പോകുന്നത് പോലെ പേ പിടിച്ച നായ പോലെ അല്ലാഹു അവനെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. ആരെയാണ്? കള്ളു കുടിക്കുന്നവന്. എന്റെ
പ്രിയപ്പെട്ടവരെ, ഇതറിയാത്ത ആരുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതുപോലെയാണ് ഏത് പാപം നോക്കിയാൽ. അത് കള്ളുകുടിയാണെങ്കിലും പെങ്ങളെ വ്യഭിചാരമാണെങ്കിലും നിനക്കറിയില്ലേ അത് പാപമാണെന്ന്? അത് വൻപാപമല്ലേ പെങ്ങള്? അല്ല പറഞ്ഞതെന്താണ്? വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അതിലേക്ക്